ശ്രീമതി കെ രമ 6 മിനിറ്റ്. സർ, ബഹുമാന്യനായ കേരള ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ അനുകൂലിച്ച് ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ സർവാത്മന പിന്തുണയ്ക്കുകയാണ് സർ. 16ാം കേരള നിയമസഭയിൽ വടകരയുടെ ജനപ്രതിനിധിയായി വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവസരമൊരുക്കിയ വടകര ജനതയോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് സർ. അങ്ങയുടെ റൂളിങ്ങിനെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ടാണ് സർ സംസാരിക്കുന്നത്. അടുത്തത് ആ തരത്തിൽ ശ്രമിക്കാം. സർ, ഒരു ദശകത്തോളം നീണ്ട അമിതാധികാര പ്രയോഗങ്ങളുടെയും അസഹിഷ്ണുതയുടെയും ആക്രമണങ്ങളുടെയും അഴിമതിയുടെയും ജനവിരുദ്ധതയുടെയും വർഗീയ അവസരവാദത്തിൻ്റെയും എല്ലാം വഞ്ചക ഭരണവാഴ്ചയെ ചരിത്രത്തിൻ്റെ ചവറ്റുകുറ്റയിലേക്ക് തൂത്തെറിഞ്ഞ് വീറോടെ ജനവിധി എഴുതിയ കേരളത്തിലെ മുഴുവൻ ജനതയെയും അഭിനന്ദിക്കുകയാണ് സർ. ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും എന്തായിക്കൂടാ എന്നതിൻ്റെ സർവ്വലക്ഷണമൊത്ത ഉദാഹരണമായി CPM എന്ന പാർട്ടിയും അതിനെ നയിച്ച ഭരണവും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമുള്ള പാഠവും സന്ദേശവുമായി മുന്നിൽ നിൽക്കുകയാണ് സർ. ത്യാഗഭരിതവും ഇതിഹാസ തുല്യവുമായ ചരിത്രമുള്ള ജനകീയ പ്രതിബദ്ധതയും വർഗ രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒറ്റ ഉടമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിത്തീർന്നതിൻ്റെ ദുരന്ത ഫലമാണ് സർ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുലംകുത്തികളായി മുദ്രകുട്ടപ്പെട്ടവരെ കേരള മണ്ണ് ജനാധിപത്യ വീറോടെ ജനകീയ നേതാക്കളായി ഉയർത്തിക്കാണിച്ചതിൻ്റെ ചിത്രമാണ് സർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വടകരയും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയുമെല്ലാം ഭാവി ഇടതു ബദൽ രാഷ്ട്രീയത്തിന് ദിശാസൂചകമായി വിളക്കുമാടങ്ങളായി ഇന്ന് കേരളത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സർ. തീർച്ചയായിട്ടും കേരളത്തിൽ സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഐക്യമുന്നണി രൂപപ്പെടുന്നതിൻ്റെ വിളംബരം കൂടിയാണ് സർ ഈ തെരഞ്ഞെടുപ്പ് ഫലം. വലിയ പ്രതീക്ഷകളുടെ കൂടെയാണ് സർ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ നോക്കിക്കാണുന്നത്. അധികാരമേറ്റ ഉടനെ അടിസ്ഥാന ജനവിഭാഗമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സർ. ആശാ വർക്കർമാർക്കുള്ള ആദ്യഗഡു ശമ്പള വർധന, അംഗനവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനും പ്രീ പ്രൈമറി ടീച്ചേഴ്സിനുമുള്ള ശമ്പള വർധന, സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള വേതന വർധനവ്, സ്ത്രീകളുടെ KSRTCയുടെ സൗജന്യ യാത്ര, പെൺകുട്ടികൾക്കുള്ള ആർത്തവ അവധി, കമ്മീഷൻ ധാർഷ്ട്യത്തിൻ്റെ മഞ്ഞക്കുറ്റിയെ നവകേരളത്തിൽ നിന്ന് സമ്പൂർണ്ണമായി പിഴുതെറിയാനുള്ള തീരുമാനം, ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ ശത്രുസൈന്യത്തെ പോലെ നേരിട്ട പഴയ മുഖ്യമന്ത്രിയുടെ പോലീസ് ഗുണ്ടകളുടെ രക്ഷാപ്രവർത്തനത്തെ നിയമ നടപടിക്ക് വിധേയമാക്കാനുള്ള തീരുമാനം, വയോജന വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനം തുടങ്ങി ജനവിധിയുടെ ആത്മാവറിഞ്ഞുകൊണ്ടുള്ള ഏറെ പ്രതീക്ഷ നൽകുന്ന ചുവടുവെപ്പുകളാണ് സർ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടേണ്ട ചില അടിസ്ഥാന വിഭാഗങ്ങളുടെ ഉണ്ട് സർ. ഖാദി കൈത്തറി മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ വലിയ ഗൗരവത്തോടു കൂടി കാണണം സർ. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ജോലി സ്ഥിരതയോ സ്ഥിര വരുമാനവുമില്ലാത്ത സാക്ഷരതാ പ്രേരക്മാരുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാണാൻ കഴിയണം സർ. കഴിഞ്ഞ 5 വർഷവും കാര്യമായ പരിഗണന ലഭിക്കാതെ പോയ ഒരു മണ്ഡലമാണ് സർ വടകര മണ്ഡലം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യം വളരെ ഗൗരവത്തിൽ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് സർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറെ പഴികേട്ട ഒരു വിഭാഗമാണ് ആരോഗ്യവകുപ്പ്. പുതിയ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രിയെയും ഏറെ പ്രതീക്ഷയോടെയാണ് സർ കേരളം വീക്ഷിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ വളരെ പ്രതീക്ഷ നൽകുകയാണ്. പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി വടകരയുടെ മുൻ ജനപ്രതിനിധിയാണ് എന്നുള്ളത് ഞങ്ങൾക്കേറെ അഭിമാനവും സന്തോഷവുമുള്ള കാര്യമാണ് സർ. വടകരയിലെ പ്രധാനപ്പെട്ട 2 ആശുപത്രികളാണ്. വടകര ജില്ലാ ആശുപത്രി പേരിന് മാത്രം ജില്ലയാണ്, പക്ഷേ അടിസ്ഥാനപരമായി ഒരു മാറ്റവുമില്ല. അത് ഒരു ജില്ലാ ആശുപത്രിയെ ഉയർത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം സർ. ഓർക്കാട്ടേരിയിലെ CHC ആശുപത്രി നേരത്തെ കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ നടപടി ഉൾപ്പെടെ ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിലുണ്ടാകാനും ഒരു ഫോറൻസിക് സർജൻ ഉൾപ്പെടെ അവിടെ തന്നെ വടകരയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് സർ. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതീക്ഷയോടുകൂടി കാണുകയാണ് സർ. വലിയ ഏറ്റവും നീതിയുക്തമായ നടപടിയും തീരുമാനങ്ങളും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സർ. കഴിഞ്ഞ കാലങ്ങളിൽ ജയിലുകളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട് സർ. കൊലക്കേസിലെ പ്രതികൾക്കുൾപ്പെടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുൾപ്പെടെ നിർബാധം പരോളുകൾ കൊടുത്ത് അവർക്ക് എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്താൻ, മയക്കുമരുന്നുൾപ്പെടെ നടത്താൻ ജയിലുകളിൽ സൗകര്യം കൊടുത്ത വലിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച
വഴിയും കാണാൻ സാധിച്ചതാണ്. സാർ, അതിനൊരു മാറ്റമുണ്ടാകണം. ഈ കാര്യത്തിൽ ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടായിട്ട് നീതിയുക്തമായ നടപടി ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, അതേപോലെ തന്നെ അടിസ്ഥാന വിഭാഗത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിൽ പല മേഖലകളിലും അനുഭവിക്കുന്നുണ്ട് സാർ. സാർ, PSC തൊഴിലിന് വേണ്ടി കാത്തുനിൽക്കുന്ന നിരവധിയായ യുവതി യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് സാർ. കഴിഞ്ഞ 10 വർഷക്കാലവും ഒരു ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായ ആളുകൾക്ക് പോലും ജോലി ലഭിക്കാത്ത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് സാർ. സാർ, ഇതിന് അടിയന്തരമായ പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം സാർ. LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ ഒരു നിയമനം ലഭിക്കാത്ത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ് സാർ. സാർ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഫയലുകളും ഓരോരുത്തരുടെയും ജീവിതമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. സാധാരണക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഫയലുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് ഇപ്പോഴും ഉണ്ടാവുകയാണ് സാർ. സാർ, അടിയന്തരമായി സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം സാർ. ഇതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാർ. ആരോഗ്യ മേഖല ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടികളൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രശ്നമുണ്ട് സാർ. ഇഞ്ചക്ഷൻ ഉൾപ്പെടെ കിട്ടാതെ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇന്നും സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് സാർ. ഗുരുതരമായി ഇത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യും, അതിന് പരിഹാരമുണ്ടാക്കുകയും സർക്കാർ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സാർ. തീർച്ചയായിട്ടും ജനക്ഷേമത്തിന്റെയും പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ജനപക്ഷത്തിന്റെ വഴിയിലൂടെ നാടിനെ നയിക്കാൻ തുടർന്നും ഈ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു സാർ.